നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. ചേലീല മൗലിയിൽ പീലി ചാത്തി, കോലുന്ന നെറ്റിയിൽ ഗോപി ചാത്തി, ചെന്താമരയിതൾ കണ്ണിനേറ്റം, ചന്തം കലർത്തും മഷി എഴുതി, ഉൾപ്പൂവിലാനന്ദമേകി വാഴും എൾപ്പൂവിനൊത്തൊരു നാസികയും, തുണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി. അങ്ങനെയുള്ള നമ്മുടെ ആ പരബ്രഹ്മം അല്ലേ, നമ്മുടെ സ്വന്തം ഭഗവാൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കളിപ്പാട്ടിൽ ഈ രംഗം പറയുന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ പറയുന്നത്? നിറന്ന പീലികൾ നിരക്കവേ കുത്തി, നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി, കരിമുകിലൊത്ത ചിഗോരഭാരവും, മണികൾ മിന്നിടും മണിക്കിരീടവും. ഈ രൂപം തന്നെയല്ലേ നമ്മൾ ആ ഗോകുലത്തിൽ ആ യശോദാമ്മയുടെ അടുത്ത് കണ്ടത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ടല്ലേ? എന്താണ്? അന്ന് അവിടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതായത് കുഞ്ഞ് കൃഷ്ണൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാലിക്കോലും കരത്തിൽ മെച്ചമെഴും സ്ത്രീകൾ തന്നിൽ പിച്ചകളിക്കുന്ന പദം, അച്യുതനെ നിന്നുടെയ കാൽച്ചിലമ്പിൻ നാദമതും. അന്നതായിരുന്നു കയ്യിൽ, കാലിക്കോലായിരുന്നു. ഇന്നെന്താ കയ്യിലുള്ളത്? വലത് കയ്യിൽ ചമ്മട്ടി, ഇടത് കൈയിലോ കടിഞ്ഞാണ്. അങ്ങനെ പ്രൗഢഗംഭീരനായിട്ട് ആ പാർത്ഥസാരഥി അങ്ങനെ ആ തേരിലങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഈ പാർത്ഥസാരഥി ആവാനുള്ള കാരണമെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ആദ്യം മുതൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം, എന്തുകൊണ്ടാണ് ഈ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ വന്നതെന്ന്. അങ്ങനെ മഹാഭാരത യുദ്ധം അതിൻ്റെ എല്ലാ സന്നാഹങ്ങളുമായി ഈ ലോകത്തിലുള്ള സകല ആൾക്കാരെയും രാജാക്കന്മാരെയും ഒക്കെ ഈ രണ്ടു പക്ഷത്തേക്കും, കൗരവപക്ഷത്തേക്കും പാണ്ഡവപക്ഷത്തേക്കും തിരക്ക് കൂട്ടി അവനവൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്ന ആ ഒരു തിരക്കിലാണ് ഈ രണ്ടു കൂട്ടരും. കൃഷ്ണൻ നമുക്കറിയാമല്ലോ, ദുര്യോധനൻ്റെ അടുത്ത് ഹസ്തനാപുരത്തിൽ പോയി ദൂത് പറയുകയും അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദുര്യോധനനും കൃഷ്ണനും തമ്മിൽ ബന്ധുക്കളാണ്. ദുര്യോധനൻ്റെ മകൾ ലക്ഷണയെ കല്യാണം കഴിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ മകൻ സാമ്പനാണ്. അപ്പോൾ ആ ഒരു ബന്ധുത്വം അവർ തമ്മിലുണ്ട്. എന്തായാലും ശരി, അപ്പോൾ ആരെയും വിട്ടുകളയില്ല, എല്ലാവരെയും പോയി കണ്ട് സഹായം അഭ്യർത്ഥിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ 7ാം മാളിക മുകളിൽ അങ്ങനെ നിൽക്കുമ്പോൾ ദേ വരുന്നു. ആരാ വരുന്നത്? ദുര്യോധനൻ വരണു. ഇത് കണ്ടപ്പോഴേ ഓടിപ്പോയി എന്ത് ചെയ്തു? വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വേഗം പോയി അവിടെ പോയി കിടന്നു. കട്ടിലേ പോയി പള്ളിമത്തത്തെ പോയി കിടന്നു. ഇദ്ദേഹം വന്ന ഉടനെ നോക്കിയപ്പം കൃഷ്ണൻ അന്നേരം എൻ്റെ പരിചാരകർ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. വേഗം മുറിയിലോട്ട് ബെഡ്റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിംഹാസനം അവിടെ കിടപ്പുണ്ട്. വേഗം അത് വലിച്ച് തലയ്ക്കലേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുനനും വന്നു നോക്കിയപ്പം ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. വേഗം കൃഷ്ണൻ്റെ കാൽക്കലവിടെ അർജുനനും ഇരുന്നു. അർജുനൻ വന്നു എന്ന് ഉറപ്പായതിന് ശേഷം ഇദ്ദേഹം പതുക്കെ കണ്ണു തുറന്നപ്പോൾ നമ്മൾ ആരെയും ആദ്യം കാണുന്നത്? കാൽക്കലിരിക്കുന്ന ആളെയല്ലേ കാണുള്ളൂ. വേഗം അർജുനനെ കണ്ടു. അർജുന എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പം നീ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു അപ്പുറേ ഒരാളിരിക്കുന്നുണ്ടെന്ന്. ഇത് കണ്ടപ്പോഴത്തേക്കും വേഗം കൃഷ്ണൻ നോക്കി, ദുര്യോധനനും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ രണ്ടുപേരും കൂടെ വന്നേ? രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ വന്നേ? അല്ലല്ല, ഞങ്ങൾ രണ്ടായിട്ട് തന്നെയാണ് വന്നത്. എന്താ രണ്ടുപേരും കൂടെ വന്നിരിക്കണേ ഇപ്പോൾ എന്ന് ചോദിച്ചു. അർജുന എന്താ വന്നതെന്ന് ചോദിച്ചത് വേഗം ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് കേട്ടോ ആദ്യം വന്നത്, അതുകൊണ്ട് ആദ്യം ഞാൻ ചോദിക്കുന്നതാണ് തരേണ്ടതെന്ന്. ഞാൻ ശരി ആയിക്കോട്ടെ. അപ്പോൾ അർജുനൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഇനി രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരാളുടെ കൂടെ ഞാൻ വരാം, അത് ഞാൻ നിരായുധനായിരിക്കും, യുദ്ധം ചെയ്യുകയില്ല, വെറുതെ കൂടെ വരാമെന്നേ ഉള്ളൂ. മറ്റേ സൈഡിൽ മറ്റേ ആളുടെ കൂടെ എൻ്റെ ഗോപാലസേനയും വരും.
എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ടുപേരും തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ദുര്യോധനൻ ചാടി പറഞ്ഞു, ആ എനിക്ക് സേനയെ മതി, ഞങ്ങളുടെ കൂടെ സേനയെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അർജുനൻ എന്നാ പറയണേ, ഒരു കുഴപ്പമില്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇവരുടെ ഗോപാലസേന ദുര്യോധന പക്ഷത്തും നമ്മുടെ അർജുനൻ്റെ പാണ്ഡവന്മാരുടെ പക്ഷത്ത് യാതൊരു ഉപകരണവും കയ്യിലില്ലാത്ത, ആയുധങ്ങളൊന്നും കയ്യിലില്ലാത്ത നിരായുധനായ ഭഗവാനുമാണ് ചെന്ന്. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ ചുമ്മാ അങ്ങനെ നിൽക്കണ്ടല്ലോ, എന്നാൽ പിന്നെ ആ തേരൊന്ന് തെളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൃഷ്ണൻ അങ്ങനെ തേരാളിയായി. ആ തേരാളിയായ കൃഷ്ണൻ്റെ രൂപം ആ ചെറുപ്പത്തിലെ ആ രൂപം തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോഴും കൃഷ്ണൻ അങ്ങനെയുള്ള ഒരാളാണോ? ഇദ്ദേഹം ഇപ്പം അഖില ലോക ചക്രവർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഈ എല്ലാം നോക്കി നടത്തുന്നയാളല്ലേ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം, ഈ കുരുക്ഷേത്ര യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് ആരാ? കൃഷ്ണൻ മാത്രമാണ്. കാരണം കൃഷ്ണൻ്റെ ഒരു സഹായമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് കാര്യം ധർമ്മം രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാലും അത് നമുക്ക് അറിഞ്ഞുകൂടാ ഈ യുദ്ധം എങ്ങനെയായെന്ന്. എന്തായാലും ഈ ഒരു കൃഷ്ണൻ എപ്പോഴും അർജുനനെയും പാണ്ഡവരെയും സംരക്ഷിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, യുദ്ധത്തിന് ചെന്ന് കഴിഞ്ഞാലത്തെ ബാക്കി കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഭഗവത്ഗീത ഇല്ലേ? പക്ഷേ ഭഗവത്ഗീത എന്നാ നടന്ന് അത് ആദ്യത്തെ ദിവസം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 10ാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചോദിക്കുന്ന, ധൃതരാഷ്ട്ര ചോദിക്കുന്ന ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം 10ാം ദിവസം ഭീഷ്മർ വീണു. കാരണം ഭീഷ്മരെ അങ്ങനെയൊന്നും ആർക്കും വീഴ്ത്താൻ ഒക്കില്ല. അതും പ്രത്യേകിച്ച് അർജുനൻ ഒരിക്കലും അങ്ങനെ ഭീഷ്മരോട്, കാരണം അത്രമാത്രം ഭക്തിയും സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള ആളാണ് ഈ അർജുനൻ. അപ്പോൾ ഈ പിതാമഹനെ അങ്ങനെ വീഴ്ത്തണമെങ്കിൽ എന്തോ നടത്തിയിട്ടുണ്ടെന്നറിയാം. ആ സമയത്താണ് ഈ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന, അന്ന് നടന്ന ആദ്യത്തെ ദിവസം നടന്ന കാര്യങ്ങളും എല്ലാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അങ്ങനെ 10ാമത്തെ ദിവസമായി. അന്ന് അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് പോന്നപ്പോൾ, കുടീരത്തിൽ നിന്ന് പോന്നപ്പോൾ ഉടനെ തന്നെ ഭീഷ്മരാണ് സർവ്വസൈന്യാധിപന്. ഭീഷ്മർ എന്ത് പറഞ്ഞിട്ട് പോകുന്നതെന്ന് പറയാം, ഇന്ന് 2-1 തീരുമാനമാകും. ഒന്നുകിലേ ഞാൻ, ഇല്ലെങ്കിൽ അർജുനൻ, ഞങ്ങൾ 2 പേരും കൂടെ ഇനി ഭൂമുഖത്ത് വാഴില്ല, ഇന്ന് ഇതിൻ്റെ തീരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ വലിയൊരു ഗംഭീരമായ യുദ്ധം തന്നെയാണ് അന്ന് നടന്നത്. ആ യുദ്ധത്തിൽ അർജുനൻ ഏറ്റവും വലിയ ഒരു ആളാണ്. അതായത് യുദ്ധതന്ത്രജ്ഞനാണ് നമ്മളുടെ ഭീഷ്മർ. അദ്ദേഹം അങ്ങനെ ചെറവറാന്നങ്ങനെ ഈ ശരവർഷം ഇങ്ങനെ അർജുനന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദേഹമാസകലം കീറി മുറിഞ്ഞ് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ് അർജുനൻ. അവസാനം കൃഷ്ണൻ ഇത് കണ്ടിട്ട് സഹിച്ചില്ല. കൃഷ്ണൻ വേഗം എന്താ ചെയ്തതെന്നറിയാമോ? അതിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞല്ലോ കൃഷ്ണൻ. ആ സമയത്ത് ഭീഷ്മർ മനസ്സിലൊരു ശപഥം ചെയ്തു, ആയുധം എടുപ്പിക്കാമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഉള്ളൊരു സന്ദർഭമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം ഈ അർജുനനോട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അർജുനൻ്റെ ദയനീയാവസ്ഥയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണന് സഹിച്ചില്ല. കൃഷ്ണൻ വേഗം ചക്രം എടുത്തുകൊണ്ട് ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് ചാടി ഭീഷ്മരുടെ നേരേക്ക്. ഉടനെ തന്നെ ഭീഷ്മർ കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ കാര്യം നടക്കാൻ പോകുമല്ലേ, ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ഉടനെ തന്നെ, എന്നാലും അദ്ദേഹം വിചാരിച്ചെന്താണെന്നറിയോ, ഭഗവാന്റെ കാരുണ്യ വായ്പാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാലും ഭക്തൻ പറഞ്ഞത്, ഭീഷ്മർ ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്തൻ പറയുന്ന വാക്ക് അത് ശരിയായിട്ട് വരണം എന്നുള്ള ആഗ്രഹമാണല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ വാക്കിനേക്കാളും വിലമതിക്കുന്ന എനിക്കും എൻ്റെ വാക്കിനുമാണല്ലോ, ആ സ്നേഹമാണല്ലോ, ആ കാരുണ്യമാണല്ലോ, ആ കരുതലാണല്ലോ ഇപ്പം കാണിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ആ ചക്രം എടുത്തുകൊണ്ടങ്ങ് ചാടി അങ്ങ് ചെന്നിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ഭീഷ്മർ തല കുമ്പിട്ട് കയ്യും തൊഴുത് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. കാരണം എന്നെ എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്തോളൂ, ഞാൻ തിരിച്ചങ്ങനെ ഒന്നും ചെയ്യാൻ പോണില്ല എന്നുള്ള ആ ഭക്തിയുടെ ആ പാരമ്യതയിൽ തന്നെയാണ് അവിടെ നമ്മുടെ ഭീഷ്മർ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്കറിയാമല്ലോ എന്തായാലും അന്ന് തന്നെ അർജുനൻ ഭീഷ്മരെ അമ്പ ചെയ്തു. അതിനുള്ള വഴിയും ഭീഷ്മർ തന്നെ പറഞ്ഞു കൊടുത്തു. കാരണം എങ്ങനെയാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് അർജുനന് പറ്റില്ല എന്ന് പറയാം, അറിയാം അർജുനനും. അപ്പോൾ എന്താ അതിനൊരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീ എന്നോട് എതിരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖം തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശിഖണ്ഡിയെ കൊണ്ടുവന്നു. ശിഖണ്ഡി നേരെ നിന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഭീഷ്മർ മുഖം തിരിച്ചു. ആ സമയത്ത് ഇവിടെ നിന്ന് ചെറപറാന്നങ്ങനെ ആ അമ്പുകളെല്ലാം വിട്ടു. അങ്ങനെ അദ്ദേഹം ശരശീലുമായി. ആ പാർത്ഥസാരഥിയെപ്പറ്റി എന്നെങ്കിലും നമുക്കൊരു ഇല്ലേ ഇതുപോലെ അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണല്ലോ നമ്മുടെ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഭഗവത്ഗീത അന്നേരമാണല്ലോ നമ്മുടെ അർജുനൻ പറയുന്നത്, ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, സഹാവി കൃഷ്ണ കൂട്ടുകാരാ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവർ ഒരേ പ്രായമാണ് എന്നും പറഞ്ഞ് തോളിൽ കൈയിട്ടുണ്ട്. ഇത് കൃഷ്ണൻ്റെ അച്ചമ്പങ്ങളുടെ മകനാണല്ലോ അർജുനൻ, അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടൊക്കെ ഞാൻ നടന്നു. പക്ഷേ അങ്ങ് ആരാണെന്ന്, അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണെന്ന്, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിച്ച് ലയിപ്പിക്കുന്ന ആ മഹാശക്തി അങ്ങാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്ന് അർജുനൻ തന്നെ പറയുന്നുണ്ട്. നമുക്കും ആ പാർത്ഥസാരഥി രൂപത്തെ മനസ്സിൽ ചിന്തിക്കാം. കാരണം സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് എന്തും നൽകുന്ന കാരുണ്യമൂർത്തിയാണ് നമ്മളുടെ ഭഗവാനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർത്ഥസാരഥിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർത്ഥസാരഥിയായിട്ടു കോലാനിയിൽ മരുവുന്ന പാർത്തിയിടുന്ന വിഷ്ണു താനും തുണച്ചിടേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.